Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed the method of time booking. Today we are going to study what are the differences between timekeeping and time booking. What are the differences between timekeeping and time booking? Let's start today's topic, differences between timekeeping and time booking. Okay, first difference is on the basis of meaning. What is the difference? Okay, in timekeeping, it is meant to record the time of arrival and departure of a work in the factory. But in time booking, it is for recording the time actually spent by the worker on a job or operation. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഒരു പർട്ടിക്കുലർ വർക്കർ എപ്പോഴാണോ ആ ഫാക്ടറിയിലേക്ക് വരുന്നത്, അതുപോലെ എപ്പോഴാണോ തിരിച്ചു പോകുന്നത്, ആ ടൈം റെക്കോർഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക, ടൈം കീപ്പിംഗ് എന്ന് പറയുക. എന്നാൽ ടൈം ബുക്കിങ്ങിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എത്രത്തോളം ടൈം നമ്മുടെ ഫാക്ടറിയിൽ സ്പെൻഡ് ചെയ്തു അത് റെക്കോർഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക, ടൈം ബുക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അറൈവൽ ടൈമും ഡിപ്പാർച്ചർ ടൈമും ഒരിടത്ത് റെക്കോർഡ് ചെയ്യുന്നു, ഒരിടത്ത് ആക്ച്വലി എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നു. Then second difference is on the basis of statutory. Okay, on the basis of statutory, what is the difference? In timekeeping, it is done to comply with the statutory requirements. അപ്പോൾ statutory requirementsനാണ് എവിടെ നമ്മൾ ടൈം കീപ്പിങ്ങിന് statutory requirements ഉണ്ട്. ഓക്കെ, ബട്ട് ഇൻ ടൈം ബുക്കിംഗ് ദർ ഇസ് നോ ലീഗൽ കമ്പൽഷൻ ഫോർ ദിസ്. അവിടെ എന്തില്ല, ലീഗലായിട്ടുള്ള കമ്പൽഷൻ ഒന്നും തന്നെയില്ല. ടൈം ബുക്ക് അവർ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ സ്റ്റാറ്റുട്ടറി റിക്വയർമെൻറ്റ്സ് പ്രകാരം അവർ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റിലേക്ക് വന്നിട്ടുണ്ടോ, എപ്പോൾ പോയി, എപ്പോൾ വന്നു, എപ്പോൾ തിരിച്ചു പോയി, അത് സ്റ്റാറ്റുട്ടറി റിക്വയർമെൻറ്റ്സിന് ആവശ്യമാണ്. ഓക്കെ, തേർഡ് ഡിഫറൻസ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് എഫക്റ്റ്. In time booking, in timekeeping, it is ensure the regular attendance of worker in the organization. But in time booking, it is to ensure the effective utilization of labor time. ഒരിടത്ത് ഒരു പർട്ടിക്കുലർ വർക്കർ ഓർഗനൈസേഷനിൽ എത്തിയിട്ടുണ്ടോ, അവരുടെ റെഗുലർ അറ്റൻഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ടൈം കീപ്പിംഗ് യൂസ് ചെയ്യുന്നു. എന്നാൽ ടൈം ബുക്കിങ്ങിൽ അവരുടെ ലേബർ ടൈം എഫക്റ്റീവായിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തോ എന്നുള്ളത് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് കമ്പ്യൂട്ടേഷൻ. ഇൻ ടൈം കീപ്പിംഗ് ഇറ്റ് ഹെൽപ്സ് ടു കമ്പ്യൂട്ട് ദ ടോട്ടൽ വേജസ് പേയബിൾ ടു ദ വർക്കേഴ്സ്. ഒരു പർട്ടിക്കുലർ വർക്കർക്ക് എത്രത്തോളം വേജസ് ആണ് പേ ചെയ്യേണ്ടതായിട്ടുള്ളത് അത് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം കീപ്പിംഗ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ടൈം ബുക്കിംഗ് ഇറ്റ് ഹെൽപ്സ് ടു കമ്പ്യൂട്ട് ദ ലേബർ കോസ്റ്റ് ഓഫ് ഈച്ച് ജോബ് ഓർ ഓപ്പറേഷൻ. ഓരോ പർട്ടിക്കുലർ ജോബിൻ്റെ അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ ഓപ്പറേഷൻ്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ ലേബർ കോസ്റ്റ് എത്രയായി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടൈം ബുക്കിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് ഡിഫറൻസ് ബേസ്ഡ് ഓൺ യൂണിറ്റ് of record. On the basis of unit of record, in timekeeping, it is recorded workers wise. But in time booking, it is recorded in job wise. First one workers wise, then second one job wise. Okay, then sixth difference is on the basis of responsibility. Timekeeping is the responsibility of the personnel department. But in time booking, it is the responsibility of the production department. ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തു, അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ് റെസ്പോൺസിബിലിറ്റി, അവർ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് റെക്കോർഡ് ചെയ്യാം. മറ്റൊന്ന് പറയുന്നത് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും ടൈം കീപ്പിങ്ങിൽ ടൈം റെക്കോർഡ് ചെയ്യുക. ഓക്കെ, then seventh difference is on the basis of where done. In timekeeping, it is done at the gate. അപ്പം ടൈം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എവിടെ ആയിരിക്കും, ഗേറ്റിലായിരിക്കും, എവിടെ, ടൈം കീപ്പിങ്ങിൽ. ബട്ട് ഇൻ ടൈം ബുക്കിംഗ് ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഓർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും എന്ത് ചെയ്യുക, ആക്ച്വൽ ടൈം സ്പെൻഡ് റെക്കോർഡ് ചെയ്യപ്പെടുക. ഓക്കെ, അപ്പോൾ വേർ ഡൺ എന്താണ്, ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ ഗേറ്റ്, മറ്റത് ഇറ്റ് ഈസ് ഡൺ അറ്റ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ പ്രൊഡക്ഷൻ സെൻറ്റർ. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ
eighth difference is done by. Okay, on the basis of done by, timekeeping, it is recorded by the timekeeper. It is recorded by the timekeeper. Timekeeper ആയിരിക്കും ഇത് റെക്കോർഡ് ചെയ്യുക. ബട്ട് ഇൻ ടൈം ബുക്കിംഗ് ഇറ്റ് ഈസ് റെക്കോർഡഡ് ബൈ ദ ഫോർമാൻ ഓർ സൂപ്പർവൈസർ. അപ്പം ഇറ്റ് ഈസ് റെക്കോർഡഡ് ബൈ the worker and countersigned by the foreman or supervisor. Okay, ഫോർമാനോ സൂപ്പർവൈസറോ കൗണ്ടർ സൈൻ ചെയ്ത് ഷീറ്റ് ആയിരിക്കും എവിടെ നമ്മൾ കീപ്പ് ചെയ്യുക, ടൈം ബുക്കിങ്ങിൽ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ there are 8 differences between timekeeping and time booking. Dear students, watch and listen the videos carefully and write the assignment question like what are the differences between timekeeping and time booking. Okay.